നമ്മുടെ എപ്പിസോഡുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുമ്പാണ് ഒരു സിറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രണയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരികയാണ്. പാരൻസ് കൊണ്ടുവന്നാണ്. അപ്പോൾ ഈ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രണയത്തിന് എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചത്. ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു. നമ്മളിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, ഒരാളുടെ അടുത്തൊന്നും വാദഗതികളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രണയ കല്യാണമാണ്. അപ്പോൾ എവിടുന്ന് മോൻക്ക് കിട്ടിയേ? ഇത് സ്കൂളിൽ നിന്ന് കുട്ടികൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് തന്നെ എന്ത് ചെയ്യാണ്, കുട്ടികൾക്കിടയിൽ അതിനുള്ള ക്യാപ്സ്യൂൾ അടക്കം ദലീലടക്കം എന്ന് പറയാം, തെളിവടക്കം കുട്ടികൾ ക്രിയേറ്റ് ലഭ്യമായി കൊണ്ടിടക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താ അവസ്ഥാനം പറയാനുള്ളത്? അതിൽ കഴിഞ്ഞ നമ്മുടെ ചർച്ചകളൊക്കെ കേട്ട കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അതായത് ഒരു ഇഷ്ടം തോന്നുക എന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. ഇഷ്ടം തോന്നുന്നതിന്റെ പേരിൽ അനധികൃതമായ ബന്ധം ബന്ധത്തിന് ശ്രമിക്കുന്നതാണ് അപകടം. പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹ ബന്ധം അറേഞ്ച്ഡ് മാരേജ് മാത്രമാണ്. നേരത്തെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഖദീജ ബീവിയുടെ പിന്നെ സ്വത്ത് ഉപയോഗിച്ച് ബിസിനസ് നടന്നിട്ടുണ്ട്. ഒരു സാധാരണ ആ ബിസിനസ്സിൽ സത്യസന്ധതയും വ്യക്തിശുദ്ധിയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ വിവാഹാന്വേഷണം രണ്ട് കുടുംബങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നു. പതിവ് അന്നത്തെ വളരെ നിലവാരമുള്ള പത്രമായ പെർമിറ്റഡ് റൂട്ട്, ആ പെർമിറ്റഡ് റൂട്ടിൽ വിവാഹം ചെയ്യുന്നതാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്തുമാത്രമാണ്? ഫാമിലി അവിടെ അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് ഇഷ്ടം തോന്നാതിരിക്കണം, അല്ലെങ്കിൽ ഇവർ രണ്ടാളും തമ്മിൽ മാച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ ഇവർ രണ്ടാളും തമ്മിൽ ഇഷ്ടം തോന്നരുത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. അറേഞ്ച്ഡ് മാരേജിന്റെ പ്രോസസ്സിങ് എന്താണ്? ഇവർ രണ്ടാളും തമ്മിൽ കാണണം, അങ്ങനെയുള്ളൂ അറേഞ്ച്ഡ് മാരേജ്. പ്ലസ് രക്ഷിതാക്കളും ഈ ഫാമിലി തമ്മിൽ ചേരുമോ എന്ന് പഠിക്കും. അവർ നമുക്ക് പറ്റുമോ, അത് നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ പോകാൻ കഴിയുമോ എന്ന് അവർ പഠിക്കും. ആ ഫാമിലി പഠിച്ചാലാണ് മനസ്സിലാവും പോകാൻ പറ്റുന്ന ഫാമിലീസ് ആണോ. അപ്പൊ അത് പഠിക്കുന്നുള്ളൂ. അത് അവർ പഠിച്ചു. ഇത്തരം കേസുകളിലെ പലരും അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ പല കേസുകളും ഓർമ്മ വരികയാണ്. കുട്ടികൾ ചോദിക്കാറുള്ള ഒരു വിഷയമാണ്, എന്താ പാരൻസിനോട് അംഗീകരിച്ചാൽ ഞങ്ങൾ തമ്മിൽ പറ്റിയില്ലേ, അവർക്ക് അംഗീകരിച്ചു കൊടുത്തെന്നാ എന്താ പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതിനെങ്ങനെ പറയുന്നത്? അതൊരു വലിയ അജ്ഞത നിറഞ്ഞൊരു ചോദ്യമാണത്. അതായത് എനിക്കൊരു കുട്ടി എലിവിഷത്തിന് വേണ്ടി കരയുന്ന സമയത്ത് എലിവിഷത്തിന്റെ ഭംഗി കണ്ടിട്ട് അത് അപ്പോൾ ഇതെനിക്ക് തന്നാ പോരെ എന്ന് ചോദിക്കുന്നതിന് സമാനമാണ്. ഈ പാരന്റ്സിന് ഒരിക്കലും ഇവര് തമ്മിലുള്ള ഒരു സന്തോഷത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്നില്ല. ഏതെടുത്ത് പഠിച്ചാലും ഇവര് തമ്മിലുള്ള നല്ലൊരു ബന്ധം രൂപപ്പെടുന്നതിന് വിരോധമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് കേസുകൾ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മക്കൾ ചെയ്യേണ്ടത് മാനുഷികമായി, അതായത് ഇവര് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ ആളോട് ഇഷ്ടം തോന്നിയത് ഒരു ചെറിയ സമയത്തേക്കാണ്. ഈ ഇഷ്ടം തോന്നിയ ഈ ബന്ധത്തിന് വേണ്ടി കുഞ്ഞുനാൾ മുതൽ ഇവരെ ഇത്രയാകുന്നത് വരെ അധ്വാനിച്ചവരെ അവോയ്ഡ് ചെയ്യുക, അവരെ പരിഗണിക്കാതെ മറ്റൊരു ബന്ധത്തിന് വേണ്ടി തുനിയുക എന്നതാണ് അവിടുത്തെ ഒരു ക്രൂരമുഖം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പൊ ഒരു പ്രസവിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ഒരു ആദ്യ നാൾ പരിചരിക്കുന്നത് എത്ര സാഹസികമാണ്. ആ ഉമ്മക്ക് മറ്റൊരു ജോലി ചെയ്യാൻ കഴിയില്ല. പ്രസവത്തിന്റെ മുമ്പും ഈ കുഞ്ഞിന് വേണ്ടിയാണ് പലതും എന്ത് ചെയ്യുന്നത്, ഈ ഗർഭിണികളായ സ്ത്രീകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു വ്യക്തിയോട് അവരെ പരിഗണിക്കുക എന്നുള്ളൊരു മാനേഴ്സ് അല്ലേ അവര്. അപ്പൊ പ്രത്യേകിച്ച് അവര് നമ്മുടെ സുരക്ഷിതത്വ കേന്ദ്രമാണ്, ഇരിക്കും കൊമ്പാണത് സുരക്ഷിതത്വ കേന്ദ്രം. ആ സുരക്ഷിതത്വത്തിന് വേണ്ടി പടക്കപ്പെട്ടതാണ് ആ ബന്ധം പോലും. അപ്പൊ ആ ബന്ധത്തെ മാനിക്കുക എന്നതാണ് അവിടെ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു മർമ്മം. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് അവര് വഴങ്ങിയാൽ പോരെ എന്ന ചോദ്യം അതൊരു ഒന്നും കാണാത്തൊരു അന്ധത നിറഞ്ഞൊരു ചോദ്യമാണ്. പരിസരമൊന്നും കാണാത്ത, അല്ലെങ്കിൽ ജീവിതം കാണാൻ മനസ്സില്ലാത്ത, വിശാല മനസ്കതയില്ലാത്ത ഒരു അന്ധത ബാധിച്ചൊരു ചോദ്യമാണ്. അവരംഗീകരിച്ചാൽ പോരെ എന്ന ചോദ്യം. കാരണം ഇവര് ഈ സമയത്ത് ആലോചിക്കേണ്ടത് എന്താ, ഒരു വിവാഹം നടക്കുമ്പോൾ പൊതുവിൽ ഈ വിവാഹം കഴിക്കുന്ന ഈ പെൺകുട്ടിക്ക് പലപ്പോഴും ഒരു ചെലവുമില്ല, ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ബാധ്യതയില്ല. എന്തേ വേണം, ഓക്കെ ഇത്രേ ആവശ്യമുള്ളൂ. ഡ്രസ്സ് വാങ്ങുന്നത് പലപ്പോഴും ഇതെല്ലാം രക്ഷിതാക്കൾ.
പല ആൺകുട്ടികൾക്കും പലപ്പോഴും എന്ത് തന്നെയാണ്, രക്ഷിതാക്കൾ തന്നെയാണ് അതിന്റെ ബാധ്യതകളെല്ലാം, സിംഹഭാഗവും ബാധ്യതകളെല്ലാം. അങ്ങനെയുള്ള അവരെ മാനിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, അതാണ്. പിന്നെ ഇവരുടെ പ്രശ്നമുണ്ട്. എന്താണ്, ഒരാളോട് സ്ട്രൈക്ക് ചെയ്ത ഒരു ഇത് ഇനി തോന്നൂല എന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് പറയും ഇനി അവനോട് കല്യാണം അല്ലെങ്കിൽ എനിക്ക് വേണ്ട പറയുന്നത് ലൈഫ് വേണ്ട, ഞാൻ ഇങ്ങനെ ലൈഫ് ജീവിച്ചോളാം. അവർ മനസ്സിലാക്കേണ്ടത് ഈ ആളോടുള്ള ഇഷ്ടം തോന്നിയത് പലപ്പോഴും പഠിച്ചാൽ ഫസ്റ്റത്തെ ഒറ്റ കാഴ്ചയിൽ ഇഷ്ടം തോന്നിയതല്ല. പഠിച്ചു നോക്കിയാൽ മതി. ഭൂരിപക്ഷം എങ്ങനെയുണ്ടായത്, അവൻ എൻ്റെ കൂടെ പഠിച്ചു, ഒരു ക്ലാസ്സിൽ പഠിച്ചു, അല്ലെങ്കിൽ കുറെ സമയം കണ്ടു, പലപ്പോഴായി കണ്ടു, നോട്ട് കൊടുത്തു, പേന കൊടുത്തു, പലതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരിക്കൽ സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത്. ഇതുപോലെ ഇത് ഫാമിലി ഒന്നും ചേരാതെ ഈ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലി തമ്മിൽ ചേരാൻ സാധ്യതയുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൽ അവർ തമ്മിൽ ചേർന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതേ ഇഷ്ടം അവരിൽ ഉണ്ടാവുകയും അവർക്ക് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ കഴിയും. അത് ജൈവികതയാണ്, സയൻസാണത്, അത് പ്രാക്ടിക്കലാണ്. ഒരിക്കൽ ഒരാളോട് ഇഷ്ടം തോന്നിയത് ഇനി ഈ ജന്മത്തിൽ മറ്റൊരാളോട് ഇഷ്ടം തോന്നൂല എന്ന് ചിന്തിക്കുന്നത് അന്ധതയാണ്, ആ വിഷയത്തിൽ തികഞ്ഞ അജ്ഞതയാണ്. അപ്പോൾ ആരോടും അത് തോന്നാം, ആരുമായിട്ടും ഇത് വിഷയവുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരം അന്ധവിശ്വാസങ്ങൾ അത് നല്ല കഴിവുള്ളവരൊക്കെ ഒന്ന് കഴിവിടുകയാണ് ചെയ്യേണ്ടത്. അവർ നല്ല ബന്ധങ്ങൾക്ക് മുതിരുകയാണ് ചെയ്യേണ്ടത്. അത് പഠിച്ചാൽ ഏറെ ഉപകാരപ്പെടും. പ്രണയം എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മാറ്റർ തന്നെയാണ്. തീർച്ചയായും ഇന്ന് ഒരു നിലക്കും പ്രണയമില്ലാത്ത ഫാമിലി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ശതമാനം വെച്ച് പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. അതെ, വ്യാപകമായി ഇതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നു ഫാമിലികൾക്ക്. അതില്ലെങ്കിൽ എന്തോ ഒരു അഭിമാനക്കേട് എന്ന ചിന്തയാണ് പല കുട്ടികളിലും ഉണ്ടാക്കി തീർക്കുന്നത്. അതായത് ഒരു ക്രഷ് ഇല്ലെങ്കിൽ എനിക്കൊരു എന്ന് മാത്രമല്ല, പിന്നെ അത് പല റൂട്ടിൽ പോകുന്നു. മറ്റൊരു തരത്തിൽ പാരൻസിന് ചിലതൊക്കെ അഭിമാനമായി തോന്നുന്നു, എൻ്റെ കുട്ടിക്ക് എൻ്റെ മകൾ കമ്മിറ്റഡ് ആണ് എന്ന് പറയാൻ അഭിമാനമുള്ളത് പോലെ ചില രക്ഷിതാക്കൾക്ക് പലപ്പോഴും നിരന്തരം കേൾക്കുമ്പോൾ ഏതൊരു വിഷയത്തോടും വഴങ്ങുന്ന ഒരു പ്രകൃതം, അതൊരു മനഃശാസ്ത്രപരമായ ഒരു വിഷയമാണ്. നിരന്തരം ഒരു തെറ്റിനെ കേൾക്കുമ്പോൾ അതിന്റെ ആളാവുക, അതും ഒരു ശരിയെന്ന് തോന്നുക. ഇപ്പോൾ പല കുട്ടികളിലൊക്കെയുള്ള പ്രവണത അതാണ്. അപ്പോൾ അതൊരു തെറ്റുകൾ നിരന്തരം കേട്ടാൽ അതിനോട് കമ്മിറ്റ്മെന്റ് ആവുക, അതിനോടൊരു ആഭിമുഖ്യം തോന്നുക എന്ന സാധ്യതയുടെ ഭാഗമാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായി ഇടപെടണം എന്ന് ചിന്തിക്കുന്ന നല്ല സൈക്കോളജിസ്റ്റുകൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമ്മൾ പെരിന്തൽമണ്ണ കേന്ദ്രമായി നടത്താൻ പോവുകയാണ്. താല്പര്യമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാം ഞങ്ങൾ സസന്തോഷം ഹാപ്പി സോണിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു.